അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം. ബലിയർപ്പകനൊപ്പം ബലിയായിടാം, ബലവാനു സ്തുതി പാടിടാം. ബലിയർപ്പകനൊപ്പം ബലിയായിടാം, ബലവാനു സ്തുതി പാടിടാം. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം. നീതിയോടെ അങ്ങേ തിരുമുമ്പിൽ ഞാൻ സന്നിഹിതനാകും. അങ്ങേ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ ഞാൻ സംതൃപ്തനാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ആണ്ടിൻ്റെ 15ാമത്തെ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സുവിശേഷത്തിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മിഷൻ, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്ന്. വചനം പ്രഘോഷിച്ചുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതമുണ്ട് എന്ന് അവർക്ക് വാഗ്ദാനം ചെയ്യുകയും അവരെ ധരിപ്പിക്കുകയും ചെയ്യുക. നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ആ മിഷൻ യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ജനതയുടെ ഇടയിൽ നമ്മൾ പരിലസിക്കുക എന്നുള്ളതാണ്. സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ അത് വേദനാജനകമായി തീരുകയും ചെയ്യാം. എന്നാൽ എല്ലാം സഹിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള കൃപാവരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറ്റങ്ങളും പാപങ്ങളും കുറവുകളുമെല്ലാം കർത്താവ് ക്ഷമിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, 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 കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ
അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനെ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വഴിതെറ്റിയവർ നേർവഴിയിലേക്ക് തിരികെ വരാൻ പ്രാപ്തരാകേണ്ടതിന് അങ്ങേ സത്യത്തിൻ്റെ പ്രകാശം അവർക്ക് കാണിച്ചു കൊടുക്കുന്നുവല്ലോ. ക്രിസ്തീയ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെല്ലാം ആ ക്രിസ്തീയ നാമത്തിന് വിശുദ്ധമായവ വിട്ടുപോകാതിരിക്കാനും അനുയുക്തമായവ പിഞ്ചെല്ലാനും ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി എന്നെന്നും ജീവിച്ചു വാഴുന്ന കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ബെത്തേലിലെ പുരോഹിതനായ അമാസ്യ ആമോസിനോട് പറഞ്ഞു, ദീർഘദർശി യൂദാ നാട്ടിലേക്ക് ഓടുക, അവിടെ പ്രവചിച്ച് അഹർവൃത്തി കഴിച്ചുകൊള്ളുക. ഇനിമേൽ ബേഥേലിൽ പ്രവചിക്കരുത്. ഇത് രാജാവിൻ്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ്. ആമോസ് മറുപടി പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചകപുത്രനുമല്ല. ഞാൻ ആട്ടിടയനാണ്. സിക്കമോർ മരം വെട്ടിയൊരുക്കിയായിരുന്നു എൻ്റെ ജോലി. ആടുമേച്ച് നടന്ന എന്നെ വിളിച്ച് കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവായ ദൈവം അരുളി ചെയ്തത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും.
കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി അത്രയും. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിത്തീരുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്തു. സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മുടെ വിളിയിൽ എന്ത് പ്രത്യാശയാണുള്ളതെന്നറിയുവാനായി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവ് നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പു ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമ്മുടെ ക്രിസ്തീയമായ ദൗത്യത്തെക്കുറിച്ച് നമ്മളെ അവബോധം ഉള്ളവരാക്കി തീർക്കാൻ വേണ്ടി ഇന്നത്തെ സുവിശേഷം നമ്മളെ വളരെയധികം സഹായിക്കുന്നു. 3 വർഷത്തോളം യേശുവിനോടുകൂടി ആയിരുന്നുകൊണ്ട് യേശുവിൽ നിന്നും 12 അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യരും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിക്കുകയും യേശു ചെയ്ത അത്ഭുതങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്തു. ഇന്നിതാ അവരെ യേശുവിന് ശേഷം ഈ ദൗത്യത്തിൽ പങ്കാളികളാകേണ്ടത് അവരാണെന്നുള്ള ആ ഒരു ചിന്ത ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് ആവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരെ 2 പേരായിട്ട് ഗ്രാമങ്ങളിലേക്ക് അയക്കുകയാണ്. ഇതുവരെ യേശു ഒറ്റയ്ക്ക് ചെയ്ത കാര്യം ഇത് 12 പേര് 6 സ്ഥലങ്ങളിലെങ്കിലും ആയി ഇത് വ്യാപിക്കുകയാണ്. അങ്ങനെ ആ 12 അപ്പോസ്തലന്മാരും പോകുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ശക്തിയായ പരിശുദ്ധാത്മാവിനെയാണ് കൊടുത്തയക്കുന്നത്. ആ ആത്മാവിൻ്റെ ശക്തിയാൽ അശുദ്ധാത്മാക്കളെ കീഴടക്കാനുള്ള ശക്തി, മറ്റ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തി, അങ്ങനെ അവർ ചെന്നിടത്തെല്ലാം പ്രസംഗിച്ചിടത്തെല്ലാം പ്രാർത്ഥനയോടുകൂടിയ അവരുടെ കൈവപ്പ് മൂലം ധാരാളം പേർ സുഖം പ്രാപിച്ചു. മാത്രമല്ല ഒരുപാട് അശുദ്ധാത്മാക്കളെ അവർ വെളിയേറ്റുകയും ചെയ്തു. ഇപ്പോൾ യേശുവിനെക്കാട്ടിലും 6 മടങ്ങ് ആയിട്ടാണിപ്പോൾ പ്രവൃത്തികൾ നടക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കുന്നത്. മാനസാന്തരത്തിനായി അവർ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് അത് വലിയൊരു കോളിളക്കം പോലെ തന്നെ അവിടെ നടന്നിരിക്കണം. അങ്ങനെ ശിഷ്യന്മാർക്കും വലിയ സന്തോഷമാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർ ഈ രോഗം നീങ്ങട്ടെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തൈലം പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സുഖം പ്രാപിക്കുന്നു. ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തിയാണത്. മാത്രമല്ല ജനങ്ങൾക്കെല്ലാം വളരെയധികം ഭയമായിരുന്ന പിശാചുക്കൾ, അത് ബാധിച്ചാൽ പിന്നെ അവരുടെ ജീവിതമെല്ലാം താറുമാറാകും. ആ അശുദ്ധാത്മാക്കളെ ബാധിക്കപ്പെട്ടവരിൽ നിന്നും പുറത്താക്കുക എന്നുള്ളത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. യേശുവിനത് സാധിച്ചു. എന്നാൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ചെല്ലുന്ന ആ അപ്പോസ്തലന്മാർക്ക്, ശിഷ്യന്മാർക്ക് അത് സാധിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ അപ്പോസ്തലന്മാർ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന് പറയുന്ന കാര്യം പിന്നീട് നമുക്ക് ശ്രമിക്കാൻ സാധിക്കും. അപ്പോൾ യേശു അവരോട് പോകാൻ പറയുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. വടി എന്നുള്ളത് ആരെയും അടിക്കാനല്ല, പക്ഷേ ആ പ്രദേശമെല്ലാം പാലസ്തീൻ നാടെല്ലാം കല്ലും മുള്ളുമായിട്ട് മലകളായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഒരു വടിയില്ലാതെ നടക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടായിരിക്കണം യേശു അവരോട് വടിയെടുക്കാമെന്ന് പറയുന്നത്. എന്നാൽ എക്സ്ട്രാ ചെരുപ്പൊന്നും പാടില്ല, ഒരു ജോഡി ചെരുപ്പ് മാത്രം, ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രം. അരപ്പട്ടയിൽ പേഴ്സിൽ പണമൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പം ചുരുട്ടിയെടുത്ത് കൊണ്ടുപോകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പരിപൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക. ആ കയ്യിലുള്ള പണത്തെ ആശ്രയിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീടിന് സമാധാനമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവിടെ തന്നെ താമസിക്കുക എന്നാണ്. അവർ തങ്ങളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ ആ ജനങ്ങൾ ഈ പ്രസംഗമൊന്നും കേൾക്കുന്നില്ല
യേശുവിൻ്റെ ഈ വചനങ്ങളെ തിരസ്കരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കിനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വെളിപ്പെടുത്തത്തക്ക വിധത്തിൽ കാലിലെ പൊടി തട്ടിക്കളയുക എന്ന് യേശു പറഞ്ഞു. അപ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഒരുപക്ഷെ വലിയൊരു ശിക്ഷയായിരിക്കും. ശിഷ്യന്മാർ പുറപ്പെട്ട് അനുതപിക്കണമെന്ന് ജനങ്ങളുടെ മധ്യേ പ്രസംഗിച്ചു. അങ്ങനെ അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ആദ്യത്തെ മിഷണറി യാത്രയാണിത്. ശിഷ്യന്മാരുടെ ഒരു പുതിയ അനുഭവമാണ്. ഇതുവരെ യേശു ചെയ്തതെല്ലാം കാണുക, കേൾക്കുക, അതിനൊക്കെ സാക്ഷ്യം വഹിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ. ഇന്ന് യേശു ചെയ്ത കാര്യം നിങ്ങൾ ഇനി പോയി ചെയ്യുക എന്ന് പറഞ്ഞയച്ചപ്പോൾ, അതും യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം സാധിച്ചു കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇന്ന് മാമോദിസ വഴിയായിട്ട് ദൈവം കൽപ്പിച്ചു നൽകിയ ദൗത്യമാണ് മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ആ വചനം വായിച്ച് പഠിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയ നമ്മൾ യേശുവിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസം വെച്ചുകൊണ്ട് യേശുവിൻ്റെ വചനം പ്രസംഗിക്കുക, നമ്മുടെ ജീവിതം ശൈലി വഴിയായിട്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക. നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ജീവിതം കാണുന്നവർ അവർ നമ്മിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെ അവർക്കും നല്ല ഒരു ജീവിതം നയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. പള്ളിയിൽ പോകുന്ന ദിവസേന അല്ലെങ്കിലും എല്ലാ ഞായറാഴ്ചയിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലുമൊക്കെ പള്ളിയിലേക്ക് പോകുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ, അതിൻ്റെ അടുത്ത് പള്ളിയിൽ പോകാൻ അത്ര ശ്രദ്ധിക്കാത്ത ഒരു കുടുംബവും ഉണ്ടെങ്കിൽ അവർ ഇത് തീർച്ചയായിട്ടും അറിയും, കാണാം, ഇവർ പള്ളിയിൽ പോകുന്നല്ലോ, അപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ, നമ്മളും ക്രിസ്ത്യാനികളല്ലേ, അവരെത്ര സ്നേഹത്തോടെ കഴിഞ്ഞുകൂടുന്നു എന്നൊക്കെ കാണുമ്പോൾ നമുക്കും ഇനി പള്ളിയിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടാകും. ആ ആഗ്രഹം ഉണ്ടാകുന്നത് തന്നെ ഇവരുടെ മിഷണറി ജീവിതത്തിൻ്റെ ഒരു ഫലമാണ്. ഇവരിൽ ദൈവത്തിൽ വച്ചിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ഫലമാണ്. നമ്മൾ ഇന്ന് ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വൈദികരും മിഷണറിമാരും സന്യസ്തരും മാത്രമല്ല, വത്തിക്കാൻ സൂനകദോസ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മാമോദീസ വഴി എല്ലാവരും ഈ ഒരു ദൗത്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. വലിയൊരു ഈ മിഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന തലക്കെട്ടിലൊരു വലിയ സെമിനാർ ആഫ്രിക്കയിൽ നടന്നു. അപ്പോൾ ധാരാളം പേർ ഈ വചന പ്രഘോഷണത്തിലൊക്കെ ഇടപെടുന്ന ഒരുപാട് പേർ അതിൽ വന്ന്, ആയിരക്കണക്കിന് ആളുകൾ വന്ന് സംബന്ധിച്ചു. അപ്പോൾ ചെറിയ സർക്കിളായിട്ട് പല ഗ്രൂപ്പുകൾ തിരിച്ച് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ചില പോയിൻറ്റ്സ് കൊടുത്ത് ഡിസ്കഷന് വേണ്ടി അവരെ വിട്ടു. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ അവരുടെ അഭിപ്രായങ്ങളെല്ലാം ആരാഞ്ഞു വന്നപ്പോൾ ഓരോരുത്തരും അവരുടെ വിധത്തിൽ ഷെയർ ചെയ്തു. എന്നാൽ ഒരു കെനിയൻ രാജ്യക്കാരായ ഒരു ദമ്പതി അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ മൈക്കിൽ കൂടെ പ്രസംഗിക്കാറില്ല, ഒരു ഗ്രാമത്തെ ഞങ്ങൾ യേശുവിലേക്ക് കൊണ്ടുവരണം, മാനസാന്തരപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി കുറേ നാളുകൾ, മാസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ആ ഗ്രാമത്തിലേക്ക് സ്ഥലം മാറും. അവിടെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കും. അവിടെ താമസിച്ചുകൊണ്ട്
അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അവരിൽ ഒരാളായി മാറിക്കഴിയുമ്പോൾ അവരെല്ലാവരും വളരെ ഫ്രീ ആയിട്ട് ഞങ്ങളോട് സംസാരിക്കും, ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും ബൈബിൾ വായിക്കുന്നതുമൊക്കെ കാണുമ്പോൾ അവർക്കും ആഗ്രഹമുണ്ടാകുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ രണ്ടുപേരും അവിടെ താമസിച്ചുകൊണ്ട് അവരുടെ ഗുഡ് എക്സാമ്പിൾ എല്ലാം മറ്റുള്ളവർ കണ്ടുകൊണ്ട് ഓരോരുത്തരായിട്ട് വരുന്നു, എനിക്കും ക്രിസ്ത്യാനിയാകണം. അങ്ങനെ ആ ഗ്രാമം മുഴുവനും ക്രിസ്ത്യാനികളായി മാറുന്നു. ഇങ്ങനെയാണ് കെനിയയിലെ മിഷൻ പ്രവർത്തനം നടക്കുന്നത്. അല്ലാതെ അരിയും ഗോതമ്പും ഒക്കെ വാരിക്കൊടുത്ത് പണവും ഒക്കെ കൊടുത്ത് വീട് പണിയിച്ചു കൊടുത്ത് അല്ല അവരെ സഭയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മിഷൻ പ്രവർത്തനം എന്നത് ഒറ്റ ദിവസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. വർഷങ്ങളോളം എടുത്തേക്കും, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ അതിൻ്റെ ഫലം ഒരുപാട് മിഷണറിമാരൊക്കെ ഈ നാട്ടിൽ വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർ കണ്ടിട്ടില്ല. അവരുടെ കാലം കഴിഞ്ഞുപോയി. ഇന്ന് എന്തുമാത്രം ക്രിസ്ത്യാനികൾ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് വന്നവർ, തോമാസ് ശ്ലീഹ മുതൽ വന്ന മറ്റു വിശുദ്ധരെ മിഷണറിമാരെല്ലാവരും അവരവരുടെ ഭാഗം അവർ ഈ മിഷന് വേണ്ടി നൽകി. അവർ പ്രവർത്തിച്ചിട്ട് പോയി. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും മുക്കിലും മൂലയിലുമൊക്കെ പള്ളികൾ കാണാം. അതിൻ്റെ അർത്ഥം അവിടെ ക്രിസ്തീയ വിശ്വാസികളുണ്ട്. അതുപോലെ ലോകത്തിൽ പല ഇടങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വിത്തിടുന്ന പോലെയാണ്. ചില വിത്തുകളൊക്കെ ഇട്ടാൽ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ ഫലം കിട്ടുന്നത്. അതുപോലെ തന്നെ രക്തസാക്ഷികളുടെ നിണം, രക്തമാണ് സഭയുടെ വിത്ത് എന്ന് പറയാറുണ്ട് ചില വിശുദ്ധർ. അതിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കും. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ ഇതുവരെ 58,000 പേരെയാണ് നൈജീരിയയിലൊക്കെ കൊന്നിരിക്കുന്നത്. ഓരോ ഞായറാഴ്ചയും പ്രാർത്ഥനയ്ക്ക് കൂടും. അവിടെ തോക്കുമായിട്ട് കുറച്ച് പേര് വന്ന് അവിടെ ഉള്ളതിൽ കുറേ പേരെയൊക്കെ വെടിവെച്ച് ഇടും. ആ ആലയം എല്ലാം കത്തിച്ചു കളയും. അവരുടെ വീടുകൾക്കെല്ലാം തീ വയ്ക്കും. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അവർ ജീവിക്കുന്നത്. എങ്കിലും ദിവസേന അല്ലെങ്കിൽ ആഴ്ചതോറും അവിടെ കൊല നടക്കുന്നുണ്ട്. എന്നാൽ അവിടുന്ന് വരുന്ന റിപ്പോർട്ട് എന്താണെന്നറിയാമോ? എല്ലായ്പ്പോഴും ഉള്ളതിനേക്കാൾ അധികമായിട്ടിപ്പോൾ ക്രിസ്ത്യാനികൾ വർദ്ധിച്ചു വരികയാണ്. 58,000 പേര് കൊല്ലപ്പെട്ടുവെങ്കിൽ ഒരുപാട് പേരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ രാവിലത്തെ ന്യൂസിലുണ്ട് 2 വൈദികരെ കുറേ മാസങ്ങൾക്ക് മുമ്പ് പിടിച്ചുകൊണ്ട് പോയതാണ്. ഇന്ന് അവരെ ഫ്രീ ആയിട്ട് വിട്ടു. അവർ തിരിച്ച് റോമിലെത്തി. അവിടെയുള്ള കർദിനാളന്മാരൊക്കെ അവരെ സ്വീകരിച്ചുകൊണ്ട് വളരെ സന്തോഷമായ ഒരു ഇതിലേക്കാണ് കടന്നു വന്നത്. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ, പീഡനങ്ങളുടെ മധ്യത്തിലും സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചിലരൊക്കെ അതിന് ബലിയാടാകേണ്ടി വരും. പക്ഷെ എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സഹിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ ജീവിതകാലത്ത് ചെയ്യാവുന്നിടത്തോളം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് ഈ കുർബാന സമയത്ത് യാചിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു.
ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ എപ്പോഴും നിറവേറ്റി തരുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്ന ഈ ആവശ്യങ്ങളെല്ലാം അങ്ങ് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും ഇന്ന് നമുക്കായി ദീപബലി അർപ്പിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സഞ്ജയ് അച്ഛനെയും മറ്റെല്ലാ അഭിഷിക്തരെയും അങ്ങേ സുശക്തമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ ഉത്തമ മാതൃക പിൻചെന്നുകൊണ്ട് സഭയെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനാഥ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മിഷണറിമാരെയും അൽമായ പ്രേക്ഷിതരെയും സമർപ്പിക്കുന്നു. ലോകത്തിന് മുൻപിൽ സുവിശേഷം ജീവിച്ചു കാണിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ മുഖമായി പ്രശോഭിക്കുവാനും അതുവഴി കടുകുമണിയാകുന്ന സഭയുടെ വലിയ സാധ്യതയ്ക്ക് ശക്തി പകരാനും ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നീതി സൂര്യനായ നല്ല ദൈവമേ, നാളെയുടെ വാഗ്ദാനങ്ങളായ എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ ഒഴുക്കിനൊത്ത് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാതെ അങ്ങേ വിശുദ്ധിയും നീതിബോധവും മാതൃകയാക്കി ജീവിതകാലം മുഴുവൻ തങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ മാതാപിതാക്കൾക്ക് അവരുടെ വാർദ്ധക്യത്തിൽ താങ്ങും തണലുമായി തീരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ ഭവനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു നൽകിയ നാഥ, നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്ത ആത്മാക്കളെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ വീഴ്ചകൾ പരിഗണിക്കാതെ അങ്ങേ അനന്തകാരുണ്യത്താൽ സ്വർഗീയ വിരുന്നിലേക്ക് ഇവരെ സ്വീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവനായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ യാചനകൾ കേട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നൽകുന്നുവല്ലോ. ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾക്ക് നന്ദി പറയുന്നതിനുള്ള അവസരങ്ങളായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദാനമെല്ല നിന്ദാനമെല്ല ദൈവമേ, നിൻ സ്നേഹദാനമെല്ല കരുണയായി നീ തന്ന നന്മകളിന്നിതാ കാഴ്ചയണയിക്കാൻ തിരുസന്നിധേ. ദാനമെല്ല നിന്ദാനമെല്ല ദൈവമേ, നിൻ സ്നേഹദാനമെല്ല കരുണയായി നീ തന്ന
നന്മകളിന്നിതാ കാഴ്ചയണയിക്കാൻ തിരുസന്നിധേ. ദാനമെല്ലാം നിന്ദാനമെല്ലാം ദൈവമേ നിൻ സ്നേഹദാനമെല്ലാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കേണപേക്ഷിക്കുന്ന സഭയുടെ കാണിക്കകൾ കടാക്ഷിക്കുകയും അവയുടെ സ്വീകരണം വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിൻ്റെ വർധനയ്ക്ക് ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപത്തിൻ്റെ കുറ്റബോധം ദൂരെ അകറ്റിയ മക്കളെ അങ്ങേ പുത്രൻ്റെ രക്തത്താലും ആത്മാവിൻ്റെ ശക്തിയാലും വീണ്ടും അങ്ങിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ അങ്ങ് തിരുമനസ്സായി. അങ്ങനെ ത്രിത്വത്തിൻ്റെ ഐക്യത്താൽ ഒന്നിപ്പിക്കപ്പെട്ട ജനം അങ്ങേ വൈവിധ്യമാർന്ന ജ്ഞാനത്തിൻ്റെ സ്തുതിക്കായി ക്രിസ്തുവിൻ്റെ ശരീരവും ആത്മാവിൻ്റെ ആലയവുമായ സഭയായി അറിയപ്പെടുന്നു. ആകയാൽ മാലാഖമാരുടെ ഗായക സമൂഹത്തോടൊത്ത് ആഹ്ലാദഭരിതരായി അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയിർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങൾ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം
ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാൻ. പാപ പരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യരഹസ്യങ്ങളിലുള്ള പങ്കാളിത്തത്തോടൊപ്പം ഞങ്ങളുടെ രക്ഷയുടെ ഫലവും വർദ്ധമാനമാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സ്വർലോകരാജ്ഞിയ മാതാവേ, സൗവർണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ,
ആവേ ആവേ